നമസ്കാരം. സെൻറ്റർ ഫോർ ബുദ്ധിസ്റ്റ് സ്റ്റഡീസിൻ്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഈ ടോക്ക് സീരീസിലേക്ക് എന്നെ ക്ഷണിച്ചതിന് എൻ്റെ പഴയ സഹപ്രവർത്തകനും സുഹൃത്തുമായിട്ടുള്ള പ്രസിദ്ധ ബുദ്ധിസ്റ്റ് സ്കോളറുമായിട്ടുള്ള ഡോക്ടർ അജയ് ശേഖറിന് ഞാൻ നന്ദി അറിയിക്കുന്നു. സെൻറ്റർ ഫോർ ബുദ്ധിസ്റ്റ് സ്റ്റഡീസിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും, ഭാവിയിലുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും ആശംസകൾ അറിയിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയാണ് ഇത്തരമൊരു സംഭാഷണത്തിൻ്റെ സാധ്യതകൾ ആരാഞ്ഞുകൊണ്ട് ഡോക്ടർ അജയ് ശേഖർ എന്നെ വിളിക്കുന്നത്. അപ്പോൾ അദ്ദേഹം എന്നോട് ആവശ്യപ്പെട്ടത് ഇന്ത്യൻ ഭരണഘടനയുടെ ചില അടിസ്ഥാന മൂല്യങ്ങൾ, പ്രത്യേകിച്ച് മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട അടിസ്ഥാന മൂല്യങ്ങൾ എങ്ങനെയാണ് നമ്മളുടെ തദ്ദേശീയമായിട്ടുള്ള ബുദ്ധിസ്റ്റ് സംസ്കൃതിയിൽ നിന്ന് ഉടലെടുത്തതെന്നുള്ള ഒരു രീതിയിലൊരു സംഭാഷണം ആണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്നുള്ള രീതിയിലാണ് സൂചിപ്പിച്ചിരുന്നത്. അപ്പോൾ ഞാനതിന് സമ്മതി അറിയിച്ചെങ്കിലും പിന്നീട് ആലോചിച്ചപ്പോൾ ഇത് ശരിക്കും കുറച്ചും കൂടി ആഴത്തിൽ ചെയ്യാനായിട്ട് കഴിവുള്ള വ്യക്തികൾ വേറെയാണ്. പ്രത്യേകിച്ച് ഡോക്ടർ മോഹൻ ഗോപാലിനെ പോലെ വളരെ പ്രസിദ്ധരായിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ എക്സ്പേർട്ടുകളും ബുദ്ധിസത്തിനെ കുറിച്ചും നല്ല ആഴത്തിൽ അറിവുള്ള വ്യക്തികളൊക്കെ നമ്മളുടെ ഇടയിലുള്ളപ്പോൾ എന്നെപ്പോലൊരു ഇംഗ്ലീഷ് അധ്യാപകൻ ആ ഒരു സാഹസത്തിന് മുതിരുന്നത് ശരിയല്ലെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് തന്നെ മറ്റൊരു കാഴ്ചപ്പാടിലൂടെ, മറ്റൊരു ആംഗിളിലൂടെ ഈ ഒരു തീം, അതായത് മൗലികാവകാശമായ പ്രാതിനിധ്യവും ജനാധിപത്യം എന്നുള്ള ഇന്നത്തെ ടോക്ക് സീരീസിൽ ഇന്നത്തെ പ്രഭാഷണത്തിൻ്റെ തീമിൽ മറ്റൊരു കാഴ്ചപ്പാടിലൂടെ സംസാരിക്കാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പം ഞാൻ ഇതിലൂടെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ അംബേദ്കർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു ജനാധിപത്യ സങ്കല്പം എങ്ങനെയാണ് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള, ഇന്ത്യ പോലുള്ളൊരു രാജ്യത്തിൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പ്രശ്നത്തിന്, പ്രത്യേകിച്ച് ജാതി വ്യവസ്ഥ എന്നുള്ള പ്രശ്നത്തിന് അഡ്രസ്സ് ചെയ്യുന്നതിനേക്കാൾ ഉപരിയായിട്ട് അന്തർദേശീയ തലത്തിൽ തന്നെ വളരെ റെലവൻ്റ് ആയിട്ടുള്ള ഒരു തിങ്കറാണ് അംബേദ്കറിനെ സൂചിപ്പിക്കാനായിട്ടാണ് ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആ അംബേദ്കറിൻ്റെ ജനാധിപത്യ സങ്കല്പം ഇന്നത്തെ അന്തർദേശീയ സാമൂഹ്യ പശ്ചാത്തലത്തിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണെന്ന് സൂചിപ്പിക്കാനായിട്ടാണ്. എങ്ങനെയാണ് അംബേദ്കർ സമകാലീനരായിട്ടുള്ള അല്ലെങ്കിൽ പിൽക്കാലത്ത് വന്നിട്ടുള്ള പല ചിന്തകന്മാരും അന്തർദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധയാകർഷിച്ചിട്ടുള്ള ജനാധിപത്യത്തിനെ കുറിച്ച് ആഴത്തിൽ ചിന്തിച്ചിട്ടുള്ള ചിന്തകന്മാരായിട്ട് ഏതെല്ലാം തരത്തിലാണ് അംബേദ്കർ കണക്ട് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള ഒരു ആശയമാണ് ഞാൻ മുന്നോട്ട് വയ്ക്കുന്നത്. വളരെ ഡീറ്റെയിൽ ആയിട്ടല്ല, പക്ഷേ അതിൻ്റെ ഒരു ചെറുതായിട്ടൊന്ന് സ്പർശിച്ചു പോകാൻ മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അംബേദ്കറിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ, അംബേദ്കർ ഭരണഘടനയെക്കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ ബുദ്ധിസ്റ്റ് റൂട്ട്സുകളെക്കുറിച്ച് പറയുന്നുണ്ട്. കാരണം ബുദ്ധിസ്റ്റ് സംഘങ്ങൾ എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ വ്യവസ്ഥിതിയാണെന്നുള്ളതും, അപ്പം അന്നത്തെ ആധുനിക ജനാധിപത്യ സങ്കല്പത്തിൻ്റെ അടിസ്ഥാന ശിലകളായിട്ടുള്ള ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രറ്റേണിറ്റി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ ആശയങ്ങൾ ഒരു ബുദ്ധിസ്റ്റ് സംഘങ്ങളിൽ കാണാമെന്നുള്ള രീതിയിൽ, അതായത് ബുദ്ധിസത്തിൻ്റെ ഒരു അടിസ്ഥാന പ്രമാണം എന്ന് പറയുന്നത് ഒരു പാർട്ടിസിപ്പേറ്ററി ആയിട്ടുള്ള ഒരു ജനാധിപത്യ സങ്കല്പം അതിൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ടെന്നുള്ള രീതിയിൽ അംബേദ്കർ അതിന് വിലയിരുത്തുന്നുണ്ട്. അപ്പോൾ അത് നമ്മളിന്ന് കാണുന്ന ജനാധിപത്യ സങ്കല്പത്തിൽ നിന്ന്, പ്രത്യേകിച്ച് ഇലക്ട്രൽ ഡെമോക്രസിയിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രാക്ടീസും കൂടിയാണെന്ന് മനസ്സിലാക്കണം. നമുക്കിപ്പോൾ ബുദ്ധനിൽ തന്നെ പോകുമ്പോൾ ഇതിൻ്റെ ഒരു രസകരമായിട്ടുള്ളൊരു ഇൻസ്റ്റൻസ് ഉണ്ട്. ബുദ്ധൻ 12,000 വർഷം മുമ്പുണ്ടായിരുന്നൊരു ഹിസ്റ്റോറിക്കൽ ഫിഗറാണ്. ആ കാലഘട്ടത്തിൻ്റേതായിട്ടുള്ള പല പരിമിതികളെ മറികടന്നിട്ടുള്ള ചിന്തകനാണെങ്കിലും അതിൻ്റേതായിട്ടുള്ള ചില കാഴ്ചപ്പാടുകൾ കൊണ്ടു നടന്നിരുന്നൊരു വ്യക്തി കൂടിയാണ്. അപ്പോൾ ഈ സംഘം രൂപീകരിച്ചതിന് ശേഷം അതിൻ്റെ ആദ്യകാലത്തെ അതിൻ്റെ എന്താ പറയുക, മെമ്പേഴ്സ് എന്ന് നമുക്ക് പറയാം, അംഗങ്ങൾ എന്ന് പറയുന്നത് മുഴുവൻ ആണുങ്ങളായിരുന്നു. കാരണം ഒരു പാട്രിയാർക്കൽ സമൂഹത്തിൽ സ്പിരിച്വലായിട്ടുള്ള എൻക്വയറീസ് മുഴുവൻ നടത്താനായിട്ട് ശേഷിയുള്ളത്, അത് നടത്തേണ്ടതൊക്കെ ആണുങ്ങളാണെന്നുള്ള വളരെ സെക്സിസ്റ്റ് ആയിട്ടുള്ളൊരു കാഴ്ചപ്പാട് നിലനിന്നിരുന്നൊരു കാലഘട്ടമാണത്. അപ്പോൾ അതിൻ്റെ പരിമിതികളുടെ ഉള്ളിൽ നിന്നിട്ട് തന്നെയാണ്
ബുദ്ധനും മറ്റേ സംഘം രൂപീകരിക്കുന്നത്. പക്ഷേ ബുദ്ധൻ്റെ സംഘത്തിലേക്ക് സ്ത്രീകൾ കടന്നു വരണമെന്ന ആഗ്രഹം പ്രകടിപ്പിക്കുക, പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ചെറിയമ്മ ആ ആഗ്രഹം പ്രകടിപ്പിക്കുമ്പോൾ ഇനീഷ്യലി അദ്ദേഹം ഈ ഒരു സ്ത്രീകൾ കടന്നു വരുന്നതിനോട് അത്രയും യോജിപ്പുള്ള ഒരു മനുഷ്യനായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു റിമാർക്ക് തന്നെയുണ്ട്, സ്ത്രീകൾ കടന്നു വരുന്നില്ലെങ്കിൽ ഈ സംഘം അനന്തകാലത്തേക്ക് പോകുമെന്നോ മറ്റോ. പക്ഷെ സ്ത്രീകൾ വന്നു കഴിഞ്ഞാൽ ഒരു 500 വർഷം പോലും അതിന് ആയുസ്സുണ്ടാവില്ല എന്നുള്ള രീതിയിൽ വളരെ നെഗറ്റീവായിട്ട് തന്നെ അതിനെ വിലയിരുത്തുന്നുണ്ടായിരുന്നു അദ്ദേഹം. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരു ഡിസൈപ്പിളായിട്ടുള്ള ആനന്ദനുമായിട്ടുള്ള, എൻ്റെ ഓർമ്മ ശരിയാണ്, ആനന്ദനുമായിട്ടുള്ള ഒരു കോൺവെർസേഷനിൽ തുടർന്നിട്ട് അദ്ദേഹം സ്ത്രീകൾക്ക് സംഘത്തിൽ പ്രവേശനം നൽകുന്നുണ്ട്. അപ്പോൾ ജനാധിപത്യത്തിൻ്റെ ചില അടിസ്ഥാന ആശയങ്ങൾ അവിടെ തന്നെ നമുക്ക് കാണാനായിട്ട് പറ്റും. ഒന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇൻക്ലൂസിവിറ്റി ആൻഡ് റെപ്രസെൻറ്റേഷൻ എന്നുള്ളൊരാശയം. സ്ത്രീകൾ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവമണ്ഡലം പേറുന്നവരാണ്, അതുകൊണ്ട് തന്നെ അവരുടെ ഒരു റെപ്രസെൻറ്റേഷൻ സംഘത്തിലേക്ക് വേണമെന്നുള്ള ഒരു ആശയം അതിൻ്റെ ഉള്ളിലുണ്ട്. രണ്ടാമത്തേത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയലോഗുകളിലൂടെ, ഡിസ്കഷൻസിലൂടെയാണ് തീരുമാനങ്ങളിൽ എത്തേണ്ടതെന്നുള്ള ഒരു കാര്യം. അതിനൊരു റാഷണലായിട്ടുള്ളൊരു ബേസിസ് വേണമെന്നുള്ളത്. പിന്നെ മറ്റൊരാളുടെ എന്താ പറയുക, ഹ്യൂമൻ റൈറ്റ്സിനെ അംഗീകരിക്കുന്നുണ്ട്, തുല്യത എന്നുള്ള, സ്പിരിച്വാലിറ്റിയിലുള്ള സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമുള്ള തുല്യത എന്നുള്ള സങ്കല്പമൊക്കെ കൊണ്ടുവരുന്നത്. അപ്പോൾ ബുദ്ധനെ കുറിച്ച് നമുക്കറിയാവുന്നതാണ്, അന്നത്തെ ജാതി വ്യവസ്ഥയുടെ ഗ്രൗണ്ടുകളെ ബ്രേക്ക് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുള്ളൊരു തിങ്കറാണ്. ജാതി വ്യവസ്ഥ മാത്രമല്ല, ഈ രീതിയിൽ വളരെ പാട്രിയാർക്കലായിട്ടുള്ള സമൂഹത്തിൽ സ്ത്രീകൾക്ക് സംഘത്തിലേക്ക് പ്രവേശനം നൽകാനായിട്ടുള്ള ആ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ പ്രക്രിയയുടെ ഒരു ആദിമ രൂപമായിട്ട് നമുക്ക് വേണമെങ്കിൽ വായിച്ചെടുക്കാനായിട്ട് പറ്റും. അതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, ജനാധിപത്യത്തിൽ ഞാൻ കാണുന്ന ഏറ്റവും സ്പെസിഫിക് ആയിട്ടുള്ള, ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പോയിന്റ് അതിൽ കാണുന്നുണ്ട്. ബുദ്ധൻ പേഴ്സണലി അതിലത്ര സ്ത്രീകളെ സംഘത്തിലേക്ക് കൊണ്ടുവരുന്നതിൽ വലിയ വിശ്വസിച്ചിരുന്നില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തിന് അപ്പുറമുള്ള ഒരു സംഗതിയെ ഒരു ജനാധിപത്യ മൂല്യവ്യവസ്ഥയുടെ ഉള്ളിലാണ് അംഗീകരിക്കാൻ തയ്യാറാണെന്നുള്ളതാണ്. ഞാനിതിങ്ങനെയാണ് വിശ്വസിക്കുന്നതെങ്കിൽ, എൻ്റെ ശരി ഇതാണെങ്കിലും ഒരു ജനാധിപത്യത്തിൻ്റെ ശരി അതാവണമെന്നില്ല എന്നുള്ളതുണ്ടല്ലോ. അദ്ദേഹത്തിന് ആ പോയിന്റ് കൺവിൻസ്ഡ് ആണെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ രീതിയിലുള്ളൊരു ജനാധിപത്യ സങ്കല്പത്തിൽ നിന്ന് വ്യത്യസ്തമായൊരു സാധനം, ഒരു ജനാധിപത്യ മൂല്യം അവിടെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ കാണുന്ന ജനാധിപത്യ സങ്കല്പത്തിലുള്ള ഫണ്ടമെൻ്റലായിട്ടുള്ള ഫ്ലോ കുഴപ്പമെന്ന് പറയുന്നത് 51% അല്ലെങ്കിൽ 51 വോട്ട് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് 49% വോട്ട് കിട്ടിയ ആളുകളെ പരിഗണിക്കാതെ തന്നെ എന്തും ചെയ്യാന്നുള്ള രീതിയിലുള്ള ഒരു, അതായത് മെജോറിറ്റി ഡിക്റ്റേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, ആ മെജോറിറ്റിയുടെ അംഗബലത്തിൻ്റെ പുറത്ത് ഡിക്റ്റേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് ജനാധിപത്യം എന്നുള്ള രീതിയിലാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അല്ലാതെ അതിലെ മറ്റ് വോയിസുകൾ, എതിർ വോയിസുകൾ, കേൾക്കാത്ത വോയിസുകൾ, മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ശബ്ദങ്ങളൊന്നും ശ്രവിക്കാനോ അതിനെ എന്താ പറയുക ഭരണക്രമത്തിൻ്റെ ഉള്ളിലേക്കോ അല്ലെങ്കിൽ അധികാരഘടനയിലേക്കൊക്കെ ഉൾച്ചേർക്കാനായിട്ടുള്ള കഴിവില്ലായ്മയാണ് നമ്മൾ ഇന്ന് കാണുന്നത്. ഇതിനെല്ലാം ബുദ്ധൻ ഒരു ബുദ്ധിസ്റ്റ് ഡെമോക്രസിയിൽ കാണുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, അത് നമ്മളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടുള്ളത് നമ്മൾ ചിലപ്പോൾ അംഗീകരിക്കണമെന്നില്ല, എന്നാൽ പോലും ആ കാഴ്ചനും കൂടിയും ഈ കളക്ടിവിറ്റിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് ഒരു എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു ഘടകമായിട്ടാണ് നമുക്കത് ബുദ്ധിസ്റ്റ് ആ ഒരു ഫ്രെയിമിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇന്നത്തെ ഈ ഡെമോക്രസിയുടെ ആ ഒരു ഫോർമൽ സ്ട്രക്ചറിൽ ഭൂരിപക്ഷം കിട്ടുന്ന ആളുകൾ വിജയിക്കുന്നു, അവർ കാര്യങ്ങൾ തീരുമാനിക്കുന്നു, മറ്റുള്ളവരെ പരിഗണിക്കാതെയും പരിഗണിച്ചൊക്കെയും കാര്യങ്ങൾ തീരുമാനിക്കുന്നു, കൂടുതലും പരിഗണിക്കാതെ. ആ ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞതൊരു എന്താ പറയുക വെസ്റ്റേൺ ഡെമോക്രസിയുടെ ഒരു ബിൽറ്റ് ഇൻ നേച്ചറായിട്ടാണ് നമുക്ക് മനസ്സിലാക്കേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇറ്റലിയിലും അതേമാതിരി ജർമ്മനിയിലൊക്കെ ഫാഷിസത്തിൻ്റെ നാറ്റ്സിസത്തിൻ്റെയൊക്കെ റൂട്ടിൽ കിടക്കുന്നത് ഇത്തരം ഒരു ജനാധിപത്യ സങ്കല്പമാണ്. ജനാധിപത്യ സങ്കല്പം എന്നാണോ ജനാധിപത്യ വിരുദ്ധതയാണോ എന്നെനിക്കറിയില്ല. എനിവേ അവർക്കൊക്കെ ഇലക്ട്രൽ മെജോറിറ്റി ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇറ്റലിയിൽ മുസോളിനി ആയിക്കോട്ടെ, ജർമ്മനിയിൽ ഹിറ്റ്ലർ ആയിക്കോട്ടെ, ഹിറ്റ്ലറിന് ഏതാണ്ട് 60% പോപ്പുലർ വോട്ട് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഞാൻ
എവിടെ വായിച്ചതാണെങ്കിൽ ഞാൻ കറക്റ്റായിട്ട് ചെക്ക് ചെയ്തിട്ടില്ല. എനിവേ വലിയ മജോറിറ്റി ഉണ്ടായിരുന്നു. പക്ഷേ 20th സെഞ്ച്വറി കണ്ട വലിയ പരാജയങ്ങളായിട്ടാണ് ഈ രണ്ട് എക്സ്പെരിമെൻറ്റുകളെയും പറയുന്നത്. ഇറ്റാലിയൻ ഫാഷിസത്തിനെയും ജർമ്മൻ നാറ്റ്സി മൂവ്മെൻറ്റിനെയും പറയുന്നത് വലിയ പരാജയങ്ങളായിട്ടാണ്. ഒരു വലിയ എന്താ പറയുക, വയലൻസിലേക്കും അട്ടിമറിയിലേക്കൊക്കെ സമൂഹത്തിനെ മൊത്തം അട്ടിമറിക്കുന്ന രീതിയിലേക്ക് പോയിട്ടുള്ള ഒരു സാമൂഹ്യ ക്രമമായിട്ടാണ് അതിനെ രണ്ടും പറയുന്നത്. അപ്പോൾ അത് ഇലക്ട്രൽ ഡെമോക്രസിയാണ്. പക്ഷേ അപരത്വത്തിന് തീരെ പരിഗണിക്കാത്ത, ആ വോയിസുകളെ തീരെ ശ്രവിക്കാത്ത ഒരു തരം ജനാധിപത്യ സങ്കല്പമാണ്. അത് ആണ് ഇന്ന് ലോകത്ത് പലയിടത്തും എമേർജ് ചെയ്ത് വരുന്നത് എന്നുള്ളത് വളരെ ഭീതിദായകമായിട്ടുള്ള സംഗതിയാണ്. ആ കോണ്ടെക്സ്റ്റിലാണ് അംബേദ്കർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു പ്രാതിനിധ്യ ജനാധിപത്യം എന്ന് പറഞ്ഞത്. അതിൽ കേൾക്കാത്ത ശബ്ദങ്ങളും കാണാത്ത വ്യക്തികളും കാണാത്ത അനുഭവങ്ങളൊക്കെയും ഉൾച്ചേർക്കാനായിട്ട് പരമാവധി ശ്രമിക്കുന്ന ഒരു ജനാധിപത്യ സങ്കല്പം എന്ന് പറയുന്നത്. അതുമായിട്ട് സംസാരിക്കുമ്പോൾ തന്നെ നമുക്ക് മറ്റൊരു കാര്യം കൂടി, കണ്ടംപററി പൊളിറ്റിക്കൽ സിറ്റുവേഷനിൽ നമ്മളുടെ